ഹലോ ശാലു, ഇന്ന് വൈകിട്ട് എന്താണ്? വൈകിട്ടത്തേക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയും പിന്നെന്താണ് കറി? കറി മുട്ടക്കറി വെക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഇന്ന് വൈകിട്ട്. വൈകിട്ടത്തേക്ക് ചപ്പാത്തി പിന്നെ ചായ ഇടണം. ആണോ? എല്ലാം റെഡിയാക്കണം. വൈകിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയാ? ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയോ? സോഫ്റ്റ് ആയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് മാവ് കുഴച്ചാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയും മുട്ടക്കറിയാന്ന് ചപ്പാത്തി മുട്ടക്കറി വൈകിട്ട്. ആണോ? നമ്മള് റാഗിപ്പുട്ടും സാധാരണ അതൊക്കെയല്ലേ കഴിക്കുന്നത്? വൈകിട്ട് സാധാരണ റാഗിപ്പുട്ടൊക്കെയാണ്. റാഗിപ്പുട്ട് നമ്മള് പയറ് മുളപ്പിക്കാൻ വെച്ചല്ലോ അല്ലയോ? പയറ് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ കഴിക്കാനായിട്ടാണ്. നമ്മള് പച്ചക്ക് കഴിക്കാം, അല്ലാതെ സ്റ്റീം ചെയ്ത് കഴിക്കാം അല്ലയോ? അതേപോലെ കടലയും മുളപ്പിച്ച് അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പൊ നമ്മള് പയറ് മുളപ്പിക്കാൻ വെച്ചത് ഇതുപോലെ നമ്മള് റാഗി ഉണ്ടാക്കുന്നത്. അത് നമ്മള് ഒരു വീഡിയോ നമ്മള് കാണിക്കാം. ഇത് നമുക്ക് പച്ചക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാം. പിന്നെ ഇത് സ്റ്റീം ചെയ്തേ പുട്ടുപറ്റിക്കകത്ത് സ്റ്റീം ചെയ്ത് കഴിക്കാം. ഇത് ഇതിന്റെ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇതിന്റെ വേരുകളൊക്കെ നല്ലപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവും. മസ്റ്റായിട്ട് ഇത് കഴിക്കുമ്പോൾ ശരീരത്തിൽ നല്ലൊരു എനർജി ഉണ്ടാവും. പ്രോട്ടീൻ അടങ്ങിയതല്ലയോ പയറെന്ന് പറയുന്നത്. മുളപ്പിച്ച് കഴിയുമ്പോൾ ഒത്തിരിയും കൂടെ അതിന്റെ ഗുണം കൂടത്തേ ഉള്ളൂ. അതെ. അപ്പൊ ചിലർക്കേ അത് പിന്നെ ഇതിൽ പച്ചക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവും. അപ്പൊ അവർക്കാണ് ഇത് സ്റ്റീം ചെയ്ത് പുട്ടുകുറ്റിക്ക് അത് സ്റ്റീം ചെയ്ത് കഴിക്കാം അല്ലയോ? അപ്പൊ ചപ്പാത്തി ചുട്ട് തീരാറായി. ഇതും കൂടെ ഉള്ളോ? ഇനി ഇതും കൂടെ ചുട്ടാൽ മതി. പിന്നെ മുട്ടക്കറി ഇടണം അല്ലയോ? നമുക്കൊരു ദിവസം റാഗിയുടെ ഒന്ന് കാണിക്കണം. പ്രേക്ഷകർ ഒരു ദിവസം റാഗി പുട്ട് ശരിയാക്കുന്ന ഒരു ദിവസം അതുകൂടെ കാണിക്കാം. അപ്പം നമ്മള് മുട്ടക്കറിക്കുള്ള സവാള വഴറ്റി അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില എല്ലാം ഇട്ട് വഴറ്റി ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. ഉപ്പിട്ട് വഴറ്റി ഏകദേശം റെഡിയായി വരുന്നു. അപ്പം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് വഴറ്റി ഇനി കുറച്ച് ഇത് വഴണ്ട് കഴിഞ്ഞിട്ട് മസാലയും മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ഇടണം. പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. നമ്മള് മുട്ടക്കടിയുടെ റെസിപ്പി ഇട്ടോ നമ്മള് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തില് ഈവനിങ് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മളിത് കാണിച്ചതേ ഉള്ളൂ. ഇപ്പൊ മസാലയൊക്കെ ഇട്ടു. നല്ല മഴയാണ്. നല്ല മഴയാണ്. സൂപ്പർ മഴയാണ് ഇപ്പൊ ഇവിടെ. കറണ്ട് പോകുന്നൊരു പേടിയുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ? കറണ്ട് പോകുന്നത് ഞങ്ങൾക്കൊരു ഭയമുണ്ട്. വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. നമുക്ക് ശകലം വെള്ളം കൂടെ ചേർക്കാറില്ലേ? കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കണം. അതെ. അപ്പം മസാലയൊക്കെ ചേർത്ത് വഴണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു. ഇനി അതിലേക്ക് മുട്ടയിടാം. 2 മുട്ട ഞങ്ങള് ചേർത്ത് വന്ന് തിളച്ച് വന്നു. അന്നേരം നമ്മൾ മുട്ടയിട്ടു. 2 പേരല്ല ഉള്ളു. അതിന് മുട്ടക്കറി റെഡിയായി. ചപ്പാത്തി റെഡിയായി. നമുക്ക് ചായ ഉണ്ടാക്കാം. അതെ. ചായക്ക് വെള്ളം വെച്ചു. 2 ഗ്ലാസ് വെള്ളം വെച്ചു. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. പാൽപ്പൊടിയുടെ ചായയാണ്. ചായക്ക് പാൽപ്പൊടി തിളക്കി ഒഴിക്കണം. അപ്പം പാല് തിളച്ചു. നമുക്ക് ഇനി തേയിലിടാം. ചായ റെഡിയായി വരുന്നു. ചായ തിളച്ച് നല്ല തിളച്ച് ലൈറ്റ് കടുപ്പമാണ്. വലിയ കടുപ്പ് എനിക്ക് ഇഷ്ടമല്ല, ചേട്ടനും ഇഷ്ടമല്ല അല്ലയോ? അതുപോലെ മധുരം ഇയാളെ കുറച്ച് മധുരം ചായ അരിച്ചെടുത്ത് ഗ്ലാസ്സിലോട്ട് ആക്കിയാൽ മതി. പഞ്ചസാര ഇടാം. ഇനി നമുക്ക് ചായ ഒഴിക്കാം. ചായ ഒഴിച്ച് 2 കപ്പിനകത്ത് ചായ ഒഴിച്ച് കഴിക്കാൻ സമയം നമുക്ക് കഴിക്കണ്ടേ? അതെ, കഴിക്കാം. ഞാനിപ്പോ കഴിക്കുന്നില്ല, ശാലിനി കഴിച്ചു കേട്ടോ. ശരി. അപ്പം ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ റെഡിയായി. നമ്മുടെ ചായയും റെഡിയായി. ഞാൻ ഇച്ചിരി കഴിഞ്ഞ് കഴിക്കാം. ശാലിനി കഴിച്ചു. മുട്ടക്കറിയും ചപ്പാത്തിയും കഴിച്ചല്ലോ. ഞാൻ കഴിച്ചോളാം, ഇച്ചിരി കഴിഞ്ഞ് കഴിച്ചോളാം. അപ്പം മുട്ടക്കറി എങ്ങനെയുണ്ടെന്ന് നോക്കി കഴിച്ചിട്ട് പറ. പ്രേക്ഷകർക്ക് അറിയണ്ടേ? നല്ല രുചിയുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു മുട്ടക്കറിയുടെ. ഇച്ചിരി വിപുലമായിട്ടാണ്. ഇതിപ്പോ നമ്മളൊരു സാധാരണ രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കിയതേ ഉള്ളൂ. അതെ അതെ. ഇന്നത്തെ നമ്മുടെ എന്റെ ചായ ഇവിടെ ഇരിക്കുന്നു. കുടിക്കാം. പിന്നെ മഴയൊക്കെ തോന്നും ഇല്ലയോ?
മഴയൊക്കെ തോന്നും. നമ്മുടെ നൈറ്റ് ഫുഡ് ഇതാണ് അതെ. ചപ്പാത്തി. അപ്പം ഞങ്ങൾ ഇന്നത്തെ നൈറ്റ് നമ്മളെന്നും ഞങ്ങൾ റാഗിപ്പുട്ട് അങ്ങനെ കഴിക്കാറില്ല. ചോറ് കഴിക്കാറേ ഇല്ല. ദോശ, ചപ്പാത്തി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് കഴിക്കുന്നത്. ചോറ് അതാണ് ഇഷ്ടം. അതെ. ഞാനിപ്പോ അങ്ങനെ അങ്ങ് ശീലിച്ചു. നേരത്തെ ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങള് ചപ്പാത്തി, മുട്ടക്കറി, ദോശ, അങ്ങനെയാണ്. ചിലപ്പോ അപ്പം ഉണ്ടാക്കും. അതെ. അപ്പവും മുട്ടക്കറി ഉണ്ടാകും, ദോശയും കടലക്കറിയും കാണും. അങ്ങനെയൊക്കെയാണ്. നിങ്ങളും വൈകിട്ട് ചോറൊക്കെ കഴിക്കുന്നവരാണോ അതോ ചപ്പാത്തി കഴിക്കുന്നവരാണോ? എല്ലാം കമന്റ് ഒക്കെ ചെയ്യണം അല്ലേ? എല്ലാരും കമന്റ് ചെയ്യുക. എന്താണ് എല്ലാവരും കമന്റ് ചെയ്യണം. കമന്റ് നിർബന്ധമാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യുക. ചപ്പാത്തി, മുട്ടക്കറി. അതെ. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ വൈകിട്ടത്തെ ഡിന്നർ എന്തുവാന്നും കൂടെ കമന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ലേ? അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അതെ. സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഓക്കെ.